ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം ടേസ്റ്റ് ആൻഡ് ടിപ്സ്. വീഡിയോയിൽ ഇന്ന് ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ലഭ്യമായ ചേരുവകൾ ചേർത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായിട്ടുള്ളൊരു തേങ്ങാക്കൊത്തിട്ട നാടൻ ചിക്കൻ പെരട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് പാചക രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/3 കപ്പ് തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം 1/4 കപ്പ് വീതം 2 തവണയായി ചേർത്ത് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയുടെ നിറം മാറി നല്ല ഡാർക്ക് കളർ ആകുന്നതോടൊപ്പം തന്നെ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരും. ഇതാണ് മസാലയുടെ പരുവം. മസാല വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെയും റോസ്റ്റ് ചെയ്തെടുക്കാം. നിറം മാറി വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് ഉപയോഗിച്ചാൽ മതിയാകും. അതേസമയം തുടക്കക്കാരാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. മസാല റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റൗ ലോ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. മസാലയുടെ മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു വന്നതോടൊപ്പം തന്നെ നിറവും മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 250 ഗ്രാം സവോള, എരിവിനനുസരിച്ച് പച്ചമുളക്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞ് ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ. അതേസമയം ഒരുപാട് കൂടിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. 2 ഗ്രാം ഇഞ്ചി നീളത്തിൽ മുറിച്ചത്, നല്ല സ്വാദിനും മണത്തിനുമായി കുറച്ച് കറിവേപ്പില, ഉള്ളി പെട്ടെന്ന് റോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മസാല കൂട്ടുമായി നന്നായി മിക്സ് ചെയ്ത് മൂടി അടച്ചു വെച്ച് 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം മുടി തുറന്ന് നോക്കുമ്പോൾ അറിയാം ചിക്കൻ കുക്കായി, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി, ചിക്കൻ കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഗ്രേവി തിക്കാകുന്നതുവരെ കുക്ക് ചെയ്യണം. ഇപ്പൊ ഏകദേശം ഗ്രേവിയൊക്കെ വറ്റി സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അങ്ങനെ സ്വാദേറൻ ചിക്കൻ പെരട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ വിഭവം നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടോ ഊണിനൊപ്പം കൂട്ടാനായിട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, റിലേറ്റീവ്സിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.